ആരൊക്കെ ജയിക്കും ഇലക്ഷന്? കബഡി അല്ല, ആരൊക്കെ റോബിൻസറൊക്കെ ജയിക്കും? റോബിൻസോ പുള്ളി ക്രിക്കറ്റ് പ്ലെയർ അല്ലേ റോബിൻസൺ? അതല്ല, മറ്റേ അത് എനിക്കറിയാൻ പോലെ അത് കൊണ്ടുവരല്ലേ ഇവിടെ. ഇത് മറ്റേ ഇതല്ലേ ചക്ക താമര അനുഭവം കാക്കൊക്കെ മഴ നോക്കി ജയിക്കണ അത് ഒന്നാമത് പൊളിറ്റിക്കൽ ആശയങ്ങൾ തത്വങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ താമരല്ലല്ലോ, ചക്കയല്ലേ? ചക്കയും ബീഫ് ഫ്രൈയും ഞാൻ കോമ്പിനേഷൻ മാച്ചല്ലേ നമ്മള് പെരുമ്പാവൂർ ചക്ക ബീഫ് ഫ്രൈ ചെറുപ്പം തൊട്ട് ഈ നമ്മള് പാവപ്പെട്ട വീട്ടിലുള്ള അപ്പൊ നമ്മള് ചക്ക വരട്ടിയത്, ചക്ക ഫ്രൈ, ചക്ക ബീഫ്, അങ്ങനെ ഒരുപാട് നമ്മളെ പെരുമ്പാവൂരുള്ള ആളുകൾക്ക് അറിയാം. അതായത് ഞാൻ 90s ആളുകൾക്ക് കുറച്ച് പട്ടിണിക്കണം. അപ്പൊ നമ്മള് ചക്കക്കൂട്ട, ചക്കക്കുരു, ചക്ക ബീഫും, ചക്കയും ചിക്കനും. ഈ ചക്ക തുറക്കുമ്പോ താമര പോലെ, ചക്ക തുറക്കുമ്പോഴേ താമര പോലെ അത് ആ ചേച്ചി പറഞ്ഞല്ലേ, ആ ചേച്ചിനെ ഇടയ്ക്ക് കാണുന്നുണ്ടോ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള എനിക്ക് കാണുമ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇല്ലാതാക്കണം. ബാക്കിയുള്ള ആൾക്കാരൊന്നും എനിക്ക് പ്രശ്നമില്ല, അവരെ പറ്റി ഞാൻ പറയും. ഞാൻ അഞ്ചൽ ചേച്ചി കേരള സ്റ്റേറ്റ് അവാർഡൊക്കെ വിന്റത് നല്ലൊരു ഒരു ആരോ പുള്ളിക്കാരത്ത് ഇതൊക്കെ പറഞ്ഞോടത് ഇങ്ങനെ പാർട്ടി ചെയ്തിട്ടുണ്ട്. പാവം എനിക്കതാണ് തോന്നിട്ടോ, ചക്ക കൊലക്കുന്ന പറയണേ. ആരോ അതിനടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടില്ല. ആ പാവം നല്ലൊരു സ്ത്രീയാണ്. ബേസിക്കലി എനിക്ക് അവരെ ഭയങ്കര ഒരു അഭിനേത്രി എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് പുള്ളിക്കാരി. എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് എന്റെ മോഡലിംഗ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എനിക്കറിയാം. കാര്യം ഞാൻ മോഡലിംഗ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ചേച്ചി എനിക്കറിയാം. പാവം. പക്ഷെ ആരെന്തോ ഒരു ഇതുണ്ടല്ലോ, ആരെന്തോ പറഞ്ഞു കൊടുത്തിട്ട് അല്ല, ഈ കേരളത്തിലെ ആൾക്കാർക്ക് ഈ താമരനോടാണ് വിരോധം ഉള്ളത്. പക്ഷെ കേരളത്തിലെ ആൾക്കാർക്കല്ല, കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം മനുഷ്യരാണ്, മനുഷ്യനായിട്ട് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും. എല്ലാവരും കാര്യം നമ്മൾ പറയാം. എനിക്ക് ശരത്തിന്റെ അടുത്ത് കൂട്ടുന്നു, സോണിന്റെ അടുത്ത് കൂട്ടുന്നു, രാഹുലിന്റെ അടുത്ത് കൂട്ടുന്നു. നമ്മളതിലൂടെ ഒരു വർഗീയത വിഭജിക്കുകയും നമുക്ക് ഇനി ഉണ്ടാവുന്ന കുട്ടികളിലൂടെ ഒരു വർഗീയത സൃഷ്ടിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ദേഷ്യം. അല്ലാതെ ചിലർക്ക് നമ്മൾ പറയുന്ന കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവന് ഭ്രാന്താണ് പറയും. അത് ഞാൻ ചിന്തിക്കുന്ന നാളത്തെ കാര്യങ്ങളെ പറ്റിയാണ്, ഡ്രഗ്സിനെ പറ്റിയൊക്കെ എതിർക്കുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് ഷിയാസ്കിന് ആരെങ്കിലും മത്സരിക്കാൻ വിളിക്കാത്തുള്ള പ്രതിഷേധം എന്തെങ്കിലും പൊന്നറിയാം. എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ മത്സരിച്ച് തോറ്റിരിക്കാം. പിന്നെയാണ് ഞാൻ ഇപ്പൊ ഇലക്ഷനിൽ മത്സരിച്ച് തോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 10-20 കൊല്ലമായിട്ട് പൊളിറ്റിക്കലി ഈ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണയാണ്. ആളുടെ ഏതോ പാർട്ടി ഓഫീസിന്റെ കക്കൂസ് വിളിച്ച കേസുള്ളതൊന്നും ഇലക്ഷനിൽ നിന്നൊന്നും കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ വ്യക്തമായിട്ട് ധാരണ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈസിയോടെ പറയുന്നില്ല. ഞാൻ പൊളിറ്റിക്കൽ സംസാരിക്കാറില്ലല്ലോ. ഞാൻ എന്റെ തത്വങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എനിക്കിഷ്ടമല്ല കുറെ ആളുകൾ, കുറെ പാർട്ടിക്കാരുണ്ട്. അതാണ് ഞാൻ നല്ല മനുഷ്യന്മാരുണ്ടോ ഇഷ്ടമാണ്. നമ്മളൊരു ആവശ്യം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ കൊച്ചി ചെന്നപ്പോൾ പേപ്പർ കൊടുത്തു. പെട്ടെന്ന് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഒപ്പിട്ടെന്ന് തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ അവിടുത്തെ എന്റെ വൈഫിന്റെ വൈഫിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു MLA അങ്ങനെ ഒരാൾ ഒപ്പൊക്കെ വന്നു. അവിടുത്തെ MLA പെട്ടെന്ന് ഒപ്പൊക്കെ തന്നു. നല്ല മനുഷ്യന്മാരുണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. പൊളിറ്റിക്കൽ ഇപ്പൊ ഇനി പുതിയൊരു ഭരണം വരിക, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസിന്റെ വരുന്ന ഭരണം മാറുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പുതിയ ആളുകൾ, പുതിയ ജയിച്ച ആളുകളുണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി എനിക്കറിയില്ല. കാര്യം ഞാൻ പൊളിറ്റിക്കൽ ഒരു അജണ്ട ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ സിനിമയിൽ വരിക തന്നെ ചാൻസ് നോക്കിയിട്ട് എന്ത് തിരിഞ്ഞെടുക്കുന്ന മനുഷ്യനാണ്. അതാണ് ഞാൻ പറയുന്നത്. വ്യക്തിപരമായിട്ട് സിനിമ ചാൻസ്, ഇത് പറഞ്ഞ സിനിമ ചാൻസ് കിട്ടുന്ന ഒരു ഭയക്കുന്ന ഒരാളെ. നമ്മള് പൊളിറ്റിക്കലി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വിമർശിച്ചു കഴിഞ്ഞാൽ, വർഗീയതയെ പറ്റി എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചാൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. പൊളിറ്റിക്കലി ഞാൻ ഈ ബിഗ് ബോസ് പോയ ആൾക്കാർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം മത്സരിക്കാൻ. ബിഗ് ബോസ് എന്നൊരു ഷോ നല്ല മനുഷ്യന്മാർ ഒരുപാട് പേര് പോയി കരിയർ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ചിലവരുടെ ലൈഫ് അങ്ങനെ പല പല മാറ്റങ്ങളും ഒരു ഷോയാണ്. പറഞ്ഞാല് ഈ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ആൾക്കാരുടെ പേരൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് അവരെ അയച്ചു. പിന്നെ നമുക്ക് എളുപ്പമില്ലേ. നിങ്ങൾ ഉദ്ദേശിച്ച കുറെ ആൾക്കാരുണ്ട് ബിഗ് ബോസിൽ പോയ ആൾക്കാര്. അവര് ഷട്ടിൽ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, എല്ലാത്തിനും പരാജയമാണ്. ഇനിയിപ്പോ ഇതിൽ തോറ്റു കഴിഞ്ഞാൽ പൂർത്തിയായി. കാരണം ഞാൻ ലൈഫില് തോറ്റിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇനി പൊളിറ്റിക്കലി പോയി തോക്കാം. എനിക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാറുണ്ടോ? അതെനിക്ക് അറിയണമല്ലോ. അതെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് അഹങ്കാരമില്ല. പെട്ടെന്ന് ആട്ടുണ്ട് ഇല്ല ഞാൻ ഇല്ലാന്ന് പറഞ്ഞു.
കാര്യം നമ്മളെക്കാൾ എപ്പോഴും ചിന്തിക്കുക, നമ്മളെക്കാൾ നല്ല ആൾക്കാർ, നമ്മളെക്കാൾ എല്ലാം അറിയുന്ന ആൾക്കാർ കുറെ പേരുണ്ട്, നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചിന്തിച്ചതിന് കൊമ്പല്ല, നമ്മൾ തികഞ്ഞവനും നമ്മൾ പറയുന്ന ആളുകളെല്ലാം ശരിയാണ് അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉണ്ട്. പിന്നെ ഫുള്ള് നിലപാടാണ്. പുള്ളി പറഞ്ഞ മൊയലിന് കൊമ്പുണ്ടെന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചു കൊടുത്തു, കൊമ്പുണ്ട്. അത് തന്നെ ഷിയാസ്ക്ക് MLA ആയി വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഞാന് എന്റെ പേര് ഞാൻ കള്ളൂരിക്കാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയാം. ഞാൻ ചെക്ക് നിൽക്കാണ് നല്ല ട്രക്കൊന്നും മുടിയാതെ ഇതൊക്കെ ഉണ്ടെങ്കിലേ അതടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ഇത് പച്ചക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. എന്റെ പുല്ല് ബ്രോ, ഞാൻ ഇങ്ങനെ ജീവിച്ചത്, ഞാൻ പെരുമ്പോട് അതിപ്പോ പറഞ്ഞോളൂ. ഞങ്ങളൊക്കെ പഴയ കൂട്ടുകാരാണ്. ഞങ്ങൾ ജിമ്മൊക്കെ ചെയ്ത് ജിമ്മിന് ഒരു MLA ഉണ്ടോ? ജിമ്മിന് MLA ഉണ്ടോ? ഇപ്പൊ 1 കോടി രൂപ ഒരാൾ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ MLA ആയിട്ട് മത്സരിക്കില്ലേ? 6 കോടി കിട്ടിയ ആൾക്കാരുണ്ട്, അവർ തോക്കാൻ പോവാ. പിന്നെ 1 കോടി ബ്രോ, ഞാൻ എന്റെ വ്യക്തിത്വം വിട്ടിട്ട് 1 കോടി അല്ലെങ്കിൽ 1000 കോടി തന്നാണ് ഞാൻ എന്റെ വ്യക്തിത്വം, നമ്മുടെ ആറ്റിറ്റ്യൂഡും ഒരു മനുഷ്യനെന്ന രീതിയിൽ, ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റി അത് വിട്ടിട്ട് പരിപാടിയില്ല. ഞാൻ എനിക്ക് ഇന്നലെ നോക്കല്ല, എന്റെ പേഴ്സണാലിറ്റി വിട്ടിട്ട് ഞാൻ മരിക്കുമ്പോ നല്ല ഹാപ്പിയോടെ മരിച്ചൊന്നും എന്തിനാണ് വെറുതെ ഈ ചൊകഞ്ഞുള്ള നോക്കുന്നത്? ഈ ചൊറിഞ്ഞുള്ള ഹാപ്പി ഉണ്ടോ? രാത്രി സുഖമായിട്ട് ഓർത്ത് ഉറങ്ങാൻ പറ്റണ്ടേ? അതിന് എനിക്ക് ഭയങ്കര ദോഷം അല്ലേ? അതിലേക്ക് ഹാപ്പിനെസ് അല്ലേ? എനിക്ക് സമാധാനം ഇല്ല, ആരും കൂട്ടിയില്ല. എന്തിനെ പൊട്ടിലേക്ക് പോയിട്ട് വെറുതെ അവിടെ കൊണ്ടേക്കാൻ ഓക്കേട്ടാ.